എങ്ങനെയാണ് ചുരിദാർ തയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം കൈവണ്ണം മാർക്ക് ചെയ്യണം. കൈവണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ചാണ് വണ്ണമിട്ടത്. ആ 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് മൈനസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൈക്കുഴിയുടെ അവിടെ 1.5 ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ണം കുറഞ്ഞ് കിട്ടുന്നതാണ്. ആ നമ്മുടെ കൈവണ്ണത്തിൽ നിന്നും നമ്മൾ കൈക്കുഴിയുടെ അളവിലോട്ട് വന്നാൽ മതി. സ്ട്രെയിറ്റായിട്ട് അടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത് വരയിട്ട് ആ വരയുടെ പുറത്തുകൂടെ അടിച്ച് വരയ്ക്കണം. ഇവിടുന്ന് നമ്മളിനി ഷേപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ സ്ലിറ്റിൻ്റെ അളവ് നോക്കി നമുക്ക് എത്രയാണോ സ്ലിറ്റ് വരുന്നത് ആ സ്ലിറ്റ് അളവ് നോക്കുക. സ്ലിറ്റ് അളവ് നോക്കി അത് മാർക്ക് ചെയ്ത് സ്ലിറ്റ് മാർക്ക് ചെയ്യുക. ചെയ്ത് അവിടെ നിന്ന് ഈ സ്ലിറ്റ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ സ്ലിറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ചെയ്യുക. എത്രയാണോ നമ്മൾ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്നത് വരെ നമ്മൾ അടിക്കുന്നത് ആ ഒരു പോയിൻ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ നേർപകുതി എടുത്ത് പോയിൻ്റ് ചെയ്യുക. അത് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഷേപ്പ് വരാൻ വേണ്ടി നമുക്ക് ഇവിടെ എത്രയാണോ നമ്മൾ കുറയ്ക്കുന്നത് അതിൽ നിന്നും ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഈ പോയിൻ്റ് ചെയ്തില്ലേ, നമ്മൾ സെൻറ്റർ പോയിൻ്റ് ചെയ്തതിൻ്റെ അകത്തോട്ട് 1/2 ഇഞ്ച് മൈനസ് ചെയ്യണം. അതായത് നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുത്ത 1.5 ഇഞ്ചിൽ നിന്നും നമ്മളിവിടെ 2 ഇഞ്ചായിട്ട് മൈനസ് ചെയ്യുന്നു. ഒട്ടും വണ്ണമില്ലാത്ത ഒരു ആളാണെങ്കിൽ, അതായത് നല്ല ഇടുപ്പ് വണ്ണം കുറവാണെങ്കിൽ അയാൾക്ക് 1 ഇഞ്ച് വരെ മൈനസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എക്സ്ട്രാ ഇട്ട 1.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടെ മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്നത് നമ്മുടെ കറക്റ്റ് വണ്ണമാണ് വരുന്നത്. ആ വണ്ണത്തിൽ നിന്നും നമ്മൾ 1/2 ഇഞ്ച് ഇടുപ്പിൻ്റെ ഭാഗത്തോട്ട് കുറയ്ക്കുന്നു. ഈ 1.5യുടെ കൂടെ 1/2 ഇഞ്ചും കൂടെ കുറയ്ക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കുന്നു. ഒട്ടും ഇടുപ്പ് വണ്ണം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ 2 ഇഞ്ച് എന്നുള്ളത് 2.5 ആയിട്ട് മൈനസ് ചെയ്യാം. പിന്നെ അല്പം ലൂസ് വേണമെങ്കിൽ ആ ഒരു 2 ഇഞ്ച് മതിയാകും. അത് കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ച ആ 1.5 ഇഞ്ച് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗത്തോട്ട് ആ 1.5 ഇഞ്ച് നമുക്കിവിടെ മൈനസ് ചെയ്യാം. ഇത് ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ കൈവണ്ണം നോക്കുന്നു, കൈവണ്ണം നോക്കി മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി വണ്ണം നിന്ന് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് കൂടുതലിട്ടാണ് വെട്ടിയത്. ആ 1.5 ഇഞ്ച് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നു. ഈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1.5 ഇഞ്ചിന് സ്ലിറ്റിൻ്റെ നമ്മൾ ഈ കൈക്കുഴിയിൽ നിന്നും സ്ലിറ്റ് വരുന്നത് വരെയുള്ള നീളം എത്രയാണോ നമുക്ക് ഓപ്പൺ വരുന്നത്, എവിടെ വെച്ചാണോ ഓപ്പൺ തുടങ്ങുന്നത് അവിടം വരെ നമ്മൾ അടിച്ച് ജോയിൻ ചെയ്യണമല്ലോ. ആ ജോയിൻ്റ് എവിടെയാണോ വരേണ്ടതെന്ന് നമ്മൾ അളവ് നോക്കുന്നു. ആ അളവിൽ നിന്നും ആ കൈക്കുഴിയിൽ നിന്നും ഈ അളവ് എത്ര വരുന്നു ആ അളവിൻ്റെ നേർപകുതി നമ്മൾ പോയിൻ്റ് ചെയ്യുന്നു. പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ 1.5 കുറച്ചു. ആ 1.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂടെ ഇവിടെ കൂട്ടുന്നു. ഇവിടെ കൂട്ടി ഇവിടെ 2 ഇഞ്ചായിട്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഷേപ്പ് ഇവിടെ കുറയുന്നു. ഇത് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരച്ചിട്ടിട്ട് ഈ പോയിൻറ്റിനെ വരച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ 1.5 തന്നെയാണ് വീണ്ടും കൊണ്ടുവരുന്നത്.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്ലിറ്റ് വരുന്ന ഭാഗത്തോട്ട് ഈ എൻഡിലോട്ട് അടിച്ച് വരരുത്. ഇവിടെ വന്ന് നമ്മൾ 1.5 എവിടെയാണോ പോയിൻ്റ് ചെയ്തത് ആ 1.5യിലോട്ട് അടിച്ച് നിർത്തണം. അവിടെ ഒന്ന് ലോക്ക് ചെയ്യണം, അവിടെ കെട്ടിട്ട് നിർത്തണം, അല്ലെങ്കിൽ അത് പിന്നീടാകുമ്പം ആ തയ്യൽ വിട്ടുപോകും. അതുകൊണ്ട് ഇവിടെ വന്ന് അടിച്ച് നിർത്തണം. അപ്പോൾ നമുക്ക് ഈ 1.5 ഇഞ്ച് ഇവിടെ 2 പീസും 2ആയിട്ട് തന്നെ നിൽക്കും. ഇത് നമുക്ക് ഇങ്ങനെയാണ് അടിച്ച് വരുന്നത്. ഇത് ഒരിക്കലും അടിച്ച് നേരെ ഈ തുണിയുടെ എൻഡ് വരെ കൊണ്ടുവരരുത്. ഈ 1.5യിലോട്ട് തന്നെ അടിച്ച് ഈ 1.5യിൽ വന്ന് നിർത്തണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു.